ഉള്ളിലെ സ്നേഹം ജാസ്മിനോട് തുറന്നു പറഞ്ഞ് ഗബ്രി. അതെ അതെ, ഞെട്ടിക്കുന്ന രാത്രി കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. രാത്രി കാഴ്ചകൾ. അതെ, അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, എന്റെ സ്നേഹം എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത്രമാത്രം ഐ ലവ് യു സോ മച്ച് എന്ന് പറയുന്നു. തൻ്റെ പഴയ 2 റിലേഷൻസും അത് എങ്ങനെ അവസാനിച്ചെന്ന് തനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞു തരാം, പക്ഷെ ഇവിടെ വെച്ച് പറയില്ല. അത് ആത്മഹത്യയിലേക്ക് വരെ എന്നെ ലീഡ് ചെയ്തിട്ടുണ്ട്. അതെ, അവിടെ നിന്നാണ് ഞാൻ ഇതുവരെ ഇവിടെ എത്തിയത്. അതേ ജാസ്മിൻ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പെട്ടുപോയോ ജാസ്മിൻ, അതോ ഇത് പുതിയ ഒരു സ്റ്റോറിയിലേക്ക് വരികയാണോ ബിഗ് ബോസ് മലയാളം സീസൺ 6? അതെ, വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇവർ ഓപ്പൺ റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്നുള്ളത് ഇന്നലെ രാത്രി. പിന്നെ ജാൻമണി, വീട് ഭരിക്കാൻ ജാൻമണി, പവർ ടീമിനെ കാട്ടിയും പവർ കാണിക്കാൻ ജാൻമണി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്നലെ കരുക്കളൊക്കെ നീക്കി വെച്ചിട്ടുണ്ട്. ശ്രീരേഖ പിറകിൽ നിന്ന് ചരട് വലിക്കുന്നുണ്ട്. ജാനു, നീയാണ് നയിക്കേണ്ടത്, പവർ ടീം അല്ല, നീ നയിക്കണം. എന്തൊക്കെയാണ് ഇന്നലെ രാത്രി നടന്ന അതീവ നിഗൂഢ കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അയ്യോ, ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ കണ്ടായിരുന്നില്ലേ ഗബ്രി കിടക്കുന്നത് കരഞ്ഞിട്ട്. ജാസ്മിൻ സന്തോഷവതിയായിരുന്നു. കാര്യം ലാലേട്ടൻ്റെ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് സൺഡേ എപ്പിസോഡിൽ കിട്ടിയായിരുന്നു. അതിൽ സന്തോഷം പങ്കുവെക്കാൻ ജാസ്മിൻ പോയപ്പോൾ ഗബ്രി, വേണ്ട, എന്നോട് മിണ്ടണ്ട, താല്പര്യമില്ല എനിക്ക്, നീ പോയി കിടക്ക് എന്ന് പറയുന്നു. എന്ത് ഗബ്രി ഇത്, എന്താണ് ഗബ്രി, പ്ലീസ്, ഇല്ല, താല്പര്യമില്ല എന്നല്ലേ പറഞ്ഞത്. അവസാനം ഗബ്രിയെ വലിച്ചെണീപ്പിക്കാൻ വേണ്ടി ജാസ്മിൻ നോക്കുന്നുണ്ട്. പക്ഷേ ഗബ്രി വളരെ മോശം രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു. എന്തോന്ന് ഗബ്രി, പ്ലീസ് ഗബ്രി. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ രണ്ടുപേരും 2 പാർട്ടാവുമെന്ന്. കാര്യം ഇവർ ഗെയിം തിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഗെയിം തിരിക്കാൻ നോക്കുകയാണ്, അതായത് 2 പേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ നീ നിന്റെ വഴിക്ക് വരില്ല ഗബ്രി, നീ നിന്റെ വഴിക്കും പൊക്കോ, നിനക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ. അപ്പം ഗബ്രി പറയുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതുപോലെ ഈ ആഴ്ചയും കൂടെ നമ്മൾ ഇവിടെ നിന്ന് ഔട്ടായില്ലെങ്കിൽ നമ്മൾ 2 പേരും 2 ഗെയിം കളിക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതുപോലെ തന്നെ അങ്ങ് തുടരാം എന്ന് പറയുന്നു. ഗബ്രി കുറേ നേരം ആലോചിക്കുന്നുണ്ട്, ഒറ്റയ്ക്കിരുന്നും കുനിഞ്ഞും തിരിഞ്ഞും ഒക്കെ. അപ്പോഴത്തേക്കും ഈശ്വര, ഈ പയ്യൻ ഗെയിം മാറ്റാൻ നോക്കുകയാണ്. അതായത് ഒന്നെങ്കിൽ പല ഫോമുണ്ട്, ഒന്നെങ്കിൽ ജാസ്മിൻ ലാലേട്ടൻ്റെ മുന്നിൽ പറഞ്ഞത്, അത് ജാസ്മിൻ ആയിട്ട് പറയണം, എനിക്ക് ഒറ്റയ്ക്ക് ഗെയിം കളിക്കണം ലാലേട്ട, ഞാൻ വേറെ ഗ്രൂപ്പിൽ പൊക്കോളാം എന്ന് ജാസ്മിൻ പറഞ്ഞത്. ജാസ്മിൻ ഗെയിം മാറ്റുന്നതായിട്ട് അറിയിക്കാണ്ട് ഗബ്രി ഗെയിം മാറ്റുന്നതായിട്ട് കാണിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഗബ്രിക്ക് ഗെയിം മാറ്റണമെന്ന്. ഇതിൻ്റെ ഇടയിൽ കൂടെ അൻസിബയും ഋഷിയൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്, ദേ ആ ഗബ്രി നമ്മുടെ അടുത്തൊക്കെ വരാൻ നോക്കുന്നുണ്ട് കേട്ടാ, അകത്തേക്ക് കയറ്റിപ്പോരുത്, പിന്നെ അവനെ ആര് സഹിക്കും എന്നൊക്കെ അൻസിബ പറയുന്നുണ്ട്. അവനെ സഹിക്കാനേ പറ്റത്തില്ല, അവൻ്റെ ഈ ഒരു കഥ, തള്ളലും ബഹളവും, അവനെ ആകെ കൂടെ ജാസ്മിന് മാത്രമേ സഹിക്കാൻ പറ്റൂ. എല്ലാ ടീമിലും കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഗബ്രി ആ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഗബ്രിക്ക് വേറെ ആരുമായിട്ട് ക്ലോസ് ആവാൻ പറ്റുന്നില്ല ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇന്നലെ രാത്രി. വേറെ ആരുമായിട്ടും ഗബ്രിക്ക് സിങ്ക് ആവാൻ പറ്റുന്നില്ല. ഗബ്രി ആകെക്കൂടെ സിങ്ക് ആവുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് ജാസ്മിനാണ്. പക്ഷെ ജാസ്മിന് എല്ലാവരുമായിട്ട് സിങ്ക് ആവാൻ പറ്റും. എത്രമാത്രം ജാസ്മിനെ തെറി വിളിച്ചാലും ഇനി ചീത്ത പറഞ്ഞാലും വഴക്കിട്ടാലും ജാസ്മിൻ പോയി മിണ്ടും. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞിടാ, ജാസ്മിന് കൂടുതലും ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റും. എന്നാൽ ഗബ്രിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റുന്നില്ല. അത് നിങ്ങൾക്ക് തോന്നിയിരുന്നില്ലേ? ഗബ്രിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഗബ്രിക്ക് ഇടപഴകാൻ പറ്റുന്നില്ല. ഒരു ഈഗോയോ ഒരു ഇൻസെക്യൂരിറ്റിയോ ഒരു കോംപ്ലക്സോ എന്തോ ഗബ്രിനെ ബാക്കിലേക്ക് വലിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാത്റൂമിൽ ഫുൾ കരച്ചിൽ, ഫുള്ള് സീന്, ഗബ്രി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. എനിക്ക് വയ്യ, എന്നെ മൈൻഡ് ചെയ്യേണ്ട, നീ പൊക്കോ, നീ മൈൻഡ് ചെയ്യേണ്ട, ഞാനും മൈൻഡ് ചെയ്യില്ല, നീ പൊക്കോ, നമുക്ക് പോവാം, നമുക്ക് പിരിയാം, ഓക്കെ. അപ്പം ഗബ്രി, എനിക്ക് നീ പറ്റത്തില്ല, സർപ്രൈസിംഗ്ലി എനിക്ക് പറ്റുന്നില്ല, നീ ഒരു ശല്യമാണെന്ന് ഞാനെപ്പോൾ പറഞ്ഞു ജാസ്മിൻ എന്നോട്. അതായത് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് അതപ്പോൾ പറഞ്ഞു ഇതപ്പോൾ പറഞ്ഞു, ഇവരാരും അതൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും അതപ്പോൾ പറഞ്ഞു ഇതപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാക്സിമം ഒഴിഞ്ഞു മാറി പോകാം ഗബ്രി, ഒഴിഞ്ഞു മാറി പോകാം. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്. ഗബ്രിക്ക് ഇവിടെ സിംഗിളായിട്ട് നിന്ന് കളിക്കാൻ പറ്റാത്ത പോലെ, അതായത് ഗബ്രിക്ക് വേറെ ആരും ഇല്ലാത്ത പോലെ അവിടെ നിന്ന് കളിക്കാൻ ഗബ്രിക്ക് ഒരാൾ കൂടെ വേണം എന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ എൻ്റെ വിചാരമാണേ, ലൈവിൽ ഞാൻ കാണുമ്പോൾ എൻ്റെ വിചാരമാണ്. ഇതിനി നാളെ എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയില്ല, എപ്പിസോഡിലും ഒക്കെ. ഇതൊക്കെ ഞാൻ ഇനിയിപ്പോൾ ഈ പയ്യനെ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാൽ ജാസ്മിന് കുഴപ്പമില്ല. അപ്പം ജാസ്മിൻ പറയാണ്, ഞാൻ പൊക്കോളാം, എനിക്ക് ഒരു കുഴപ്പമില്ല. കാര്യം ജാസ്മിൻ ഇതേന്ന് പറഞ്ഞ് ഗെയിം മാറ്റും, മനസ്സിലായോ? ജാസ്മിൻ അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവർക്കും കുഴപ്പമില്ല, എല്ലാവരും സിങ്കായിട്ട് പോവുകയും ചെയ്യും. ഇപ്പം ഗബ്രി ഡൈനിങ് ടേബിളിൽ കുനിഞ്ഞിരുന്ന് കരയുന്നു, ജാസ്മിൻ ഇപ്പുറത്തെ സോഫയിൽ ഇങ്ങനെ അടിച്ചിരുന്ന് കരയുന്നു. അവസാനം ഇവര് ഒന്നിച്ചിരിക്കുന്നു. അപ്പം ഗബ്രി പറയണ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് വളരെ മോശമായി റിയാക്ട് ചെയ്യാൻ അറിയും, എന്ത് കാര്യമാണോ എന്തോ.
അപ്പം ജാസ്മിൻ നീ എന്താ ചെയ്യടാ വേറെ പോകാൻ പറയാന്ന് ഒറ്റ പോക്കങ്ങ് പോകുന്നുണ്ട്. അതായത് ഇറങ്ങി വേറെ പണിയൊന്നുമില്ലേ, കുറെ നേരം എൻ്റെ പുറകെ കരഞ്ഞുകൊണ്ട് നടക്കണം ഞാൻ, പിന്നെ നമുക്കൊരു ഒരു ഇത് കെടുവല്ല, പിന്നെ വേറെ പണിയൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒറ്റ പോക്ക് ഗബ്രി പുറകേ പോയി. ഇത് ഒരു 3 മണിക്കൂർ നടന്ന കാര്യമാണ് നിങ്ങളുടെ ഈ ഒറ്റ 5 മിനിറ്റ് കൊണ്ട് പറയുന്നത്. പുറകേ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പുറത്ത് ഋഷീനെയൊക്കെ കാണിക്കുന്നുണ്ട്, അത് ഞാൻ വേറെ പറയാം. ഇത് ഗബ്രിയുടെ കഥയും ജാസ്മിൻ്റെ കഥയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഗബ്രി പുറകെ പോകുന്നുണ്ട്. ഇപ്പം ജാസ്മിൻ പോയി കട്ടിൽ പോയി കിടക്കുന്നുണ്ട് ടണൽ റൂമിലെ കട്ടിൽ പുതച്ച് കിടന്ന് ജാസ്മിൻ കരയാണ്. അപ്പം ഗബ്രി ജാസു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ്. ആരെ? ഗബ്രീനെ. അതിനു മുന്നേ ലാസ്റ്റ് ഹഗ്ഗൊക്കെ ചെയ്തോ? അയ്യോ അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. അതിന് മുന്നേ തന്നെ നമ്മൾ നീ ഒന്ന് മിണ്ട് ഗബ്രി, ഒന്ന് മിണ്ട്, എന്നോടൊന്ന് മിണ്ട്, നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക് ഗബ്രി. അപ്പം ഞാൻ വിചാരിച്ചു ഈ പയ്യൻ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് കളിക്കണോ, സിംഗിളായിട്ട് കളിക്കണോ, അതോ മറ്റേ ലവ് കോമ്പോ ആക്കണോ, തുറന്ന് പറയണോ ഉള്ളിലുള്ളത് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്ത് പറയണം എന്നുള്ള രീതിയിൽ ഗബ്രി ഇങ്ങനെ അലിഞ്ഞൊന്ന് എൻ്റെ മുഖത്തേക്ക് നോക്ക് ഗബ്രി, എന്നാൽ ഒരു കാര്യം ചെയ്യാം, അവസാന ഹഗ് നൽകി നമുക്ക് പിരിയാം എന്ന് പറഞ്ഞാൽ അവസാന ഹഗ്ഗൊക്കെ കൊടുക്കുന്നുണ്ടേ, അത് വിട്ടുപോയി അവസാന ഹഗ്. എൻ്റെ അമ്മേ, അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, രണ്ട് വഴിക്ക് കഴിഞ്ഞ് രണ്ടുപേരും 2 ഗെയിമാണ് കളിക്കാൻ പോണതെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ പുറകെ പോയിട്ട് ജാസ്മിനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞു. അപ്പം ഞാൻ ഈ പോക്കത്ര ശരിയല്ലല്ല, ഇതെങ്ങോട്ടേക്കുള്ള പോക്കാണെന്നുള്ള രീതിയിൽ ഞാൻ നോക്കി. ഇത് ആംഗിൾ മാറ്റാണ്, ആംഗിൾ മാറി കരയാൻ തുടങ്ങി. 2 പേരും കരച്ചിൽ. ആ ടണൽ റൂമിൽ യമുന ഇപ്പുറത്ത് ശ്രീരേഖ ഇപ്പുറത്ത് കിടക്കുകയാണ്. ഇവർ നടുക്കിരുന്ന് കട്ടിൽ കിടന്ന് കരയാണ്. ജാസ്മിൻ കട്ടിൽ കിടക്കുന്നു, ഗബ്രി അടുത്തിരിക്കുന്നു. ഇനിയാണ് കഥ തുടരുന്നത് സുഹൃത്തുക്കളെ. അവർ കരയാണ്. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ആര്? ഗബ്രി. എനിക്ക് പറ്റത്തില്ല ജാസു, എൻ്റെ അടുത്ത് ഇത് ചെയ്യരുത്, ജാസ്മിൻ എൻ്റെ അടുത്ത് ചെയ്യരുത്, ഞാൻ എത്ര ദിവസമായിട്ട് വിഷമിക്കുന്നതെന്ന് അറിയാമോ. കാര്യം ഈ പുള്ളിക്കാരനെ ഒറ്റയ്ക്ക് പറ്റുന്നില്ല, ജാസ്മിൻ ഇല്ലാണ്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് പല സ്ഥലത്ത് നമുക്കത് റിയലായിട്ട് വരുന്നു. പിന്നെ ഒരു റിയൽ ഇമോഷൻസ് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടാ. പിന്നെ എനിക്ക് ഗെയിമായിട്ട് തോന്നിയില്ലേ, എന്നെ പഞ്ഞിക്കിടറേ കാര്യം, എനിക്ക് ഗെയിമായിട്ട് തോന്നിയില്ല കേട്ടാ. അപ്പം യു ഹാവ് നോ ഐഡിയ ജാസ്മിൻ ഹൗ മച്ച് ഐ ലവ് യു. പിന്നെ മിറുമിറുക്കലാണ്, ഹെഡ്സെറ്റ് വെച്ചാൽ മാത്രമേ കേൾക്കാൻ പറ്റൂ, അല്ലാതെ ലൗഡ് സ്പീക്കറിൽ ഒന്നും ഇട്ടാൽ കേൾക്കാൻ പറ്റില്ല, അത്ര പതുക്കെയാണ് പറയണത്. കാര്യം ഇപ്പുറത്ത് യമുന കിടക്കുകയാണ്, ഇടയ്ക്ക് യമുന എണീറ്റും വരുന്നുണ്ട്, നിക്ക്. അപ്പോൾ ജാസ്മിൻ നിനക്ക് അറിയത്തില്ല, യു ഡോണ്ട് ഹാവ് എനി ഐഡിയ ദാറ്റ് ഹൗ മച്ച് ഐ ലവ് യു ജാസ്മിൻ. 2 പേരും കരയുന്നു. ഗബ്രു, ജാസു, എൻ്റെ കൺട്രോൾ പോയി ജാസ്മിൻ, എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് യമുന ഇപ്പുറത്തുനിന്ന് ഒറ്റ എണീക്കലേ, രാവിലെ ആയോ, ചായ ഇടട്ടെ, ചായ വേണോ ചേച്ചി, രാവിലെ ആയില്ല, രാവിലെ ആയി എന്ന് പറഞ്ഞ് എങ്ങോട്ട് എണീറ്റ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗബ്രി, ഞാൻ മാറി നടന്നത് വേറൊന്നും കൊണ്ടല്ല, നീ സന്തോഷിച്ചിരിക്കുകയല്ലേ, നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ജാസ്മിൻ, നീ മുഖം തിരിച്ച് കടന്നപ്പോൾ എനിക്ക് എന്ത് വിഷമമായെന്നറിയോ. അപ്പോൾ ഗബ്രി, എത്രത്തോളം നിനക്കിത് കൺവേ ആവുന്നു. കരച്ചിലാണ്, ഇത് കളിയാക്കലല്ല, ഇത് കരച്ചില്. എനിക്ക് കരയാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ നിങ്ങളുടെ പറയുന്നത്. അപ്പോൾ ഗബ്രി, എത്രത്തോളം നിനക്ക് എൻ്റെ അടുത്ത് ഞാൻ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല, കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്കിതിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ജാസ്മിൻ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. അപ്പം ഞാനിത് റൂട്ട് മാറി. അപ്പം ഞാൻ മനസ്സിലായി ഇതെന്താ ഇത് ലവ് ആംഗിളിലേക്ക് പോകുന്നത്, റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്. അവിടെ ഋഷി, അർജുൻ, ജിൻഡോ, ശ്രീതു, ശരണ്യ, അൻസിബ ഉറങ്ങി, എല്ലാവരും ഇരിക്കുകയാണ്. എന്നിട്ട് ഋഷി പറയുന്നുണ്ട്, എടാ ഇത് ഓപ്പൺ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പോവുകയാണെന്ന്. അതായത് ഓപ്പൺ റിലേഷൻഷിപ്പ്, യെസ് വി ആർ ഇൻ ലവ് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പോവുകയാണോ എന്ന് ഋഷി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗബ്രി പറയുന്നുണ്ട്, ഇത് പ്രേമമല്ല, ഇതാണ് സ്നേഹം ജാസ്മിൻ, ഇത് സ്നേഹം കേട്ടോ. കണ്ടു നിൽക്കുന്നവർക്ക് ഇത് കോമഡി ആകും, അതെ, പുറത്ത് കാണുന്നവർക്ക് ഇത് കോമഡി ആകും, ഗബ്രിയായി പറയുന്നത്. പക്ഷേ ഇത് സില്ലിയായിട്ട് കളയാൻ പറ്റത്തില്ല, ഇത് സില്ലിയായിട്ട് തോന്നും. അപ്പോഴത്തേക്കും ജാസ്മിൻ എണീറ്റിരിക്കുകയാണേ. ദൈവമേ, ഈ പയ്യന് എന്തൊക്കെയാ പറയണം എന്നുള്ള രീതിയിൽ ജാസ്മിൻ പെട്ട്. അതാണ് ഞാൻ കണ്ടത്, ജാസ്മിൻ എന്ത് പറയണം, ഇത് വേറെ രീതിയിൽ പൊക്കോണ്ടിരിക്കാൻ ജാസ്മിന് മനസ്സിലായി. പിന്നെ തടയാനും പറ്റൂല, പിരിയാനും പറ്റൂല, പിടക്കാനും പറ്റൂല, ഒന്നും പറ്റൂല. ഇവർ രണ്ടും കൂടെ കൈ ഇങ്ങനെ പിടിച്ച്, ഗബ്രി നീ സങ്കടപ്പെടണ്ട, നീ വിഷമിക്കണ്ട, നീ പോയി കിടക്ക്. വേറെ ജാസ്മിന് മനസ്സിലായി ഇത് റൂട്ട് മാറിയെന്നുള്ളത്. നീ പോയി കിടക്ക് ഗബ്രി, നീ പോയി കിടക്ക്. ഇല്ല, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ജാസ്മിൻ. അപ്പോൾ ഉടനെ തന്നെ ജാസ്മിൻ, എനിക്ക് ഉറങ്ങാൻ ഇനി പറ്റത്തില്ല. ജാസ്മിൻ എന്താ ചെയ്യണത്? കാര്യം ജാസ്മിൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നതാണ്, ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ജാസ്മിന് താല്പര്യമില്ല. അത് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട് ഫാമിലി പരമായിട്ടും ഒക്കെ. അപ്പോൾ ഈ പയ്യൻ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദൈവമേ ഇത് പണി കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ ഈ കോംബോയിൽ പെട്ടിട്ട് ഇനിയിപ്പം റിലേഷൻഷിപ്പൊക്കെ കാണിക്കേണ്ടി വരുമോ
എന്നൊക്കെയുള്ള ടെൻഷൻ ആ കുട്ടിയുടെ മുഖത്തും തലയിലും ഒക്കെ വന്നു കേട്ടാ. എനിക്ക് 2 റിലേഷൻഷിപ്പ് എങ്ങനെ പോയതെന്ന് അറിയാമോ ജാസ്മിന്? എങ്ങനെ പോയെന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തിരിച്ചു വന്നതാണ്. അപ്പോഴത്തേക്കും ജാസ്മിൻ, എൻ്റെ ദൈവമേ പണി പാളിക്കൊണ്ടിരിക്കുന്നു, ഈ പയ്യൻ എന്തൊക്കെയാ പറയണേ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ജാസ്മിൻ ബോഡി ലാംഗ്വേജിൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ സാരമില്ല, നീ പോയി കിടക്ക് ഗബ്രി, നീ പോയി കിടക്ക്, സാരമില്ല കേട്ടോ, എല്ലാം ശരിയാവും കേട്ടോ. അത്രേ ഉള്ളൂ. ജാസ്മിൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഭയങ്കര കൺഫ്യൂസ്ഡ്. ഗബ്രി എനിക്കറിയില്ല എന്താണിത് പറഞ്ഞു കൂട്ടിയെന്നൊക്കെ. നീ പോയി ഉറങ്ങിക്കോ. അങ്ങനെ അവർ പോയി. ഞാനും ഉറങ്ങിയെന്ന് തോന്നുന്നു. ഒരു 2:30-3 മണി ആ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇത് എങ്ങോട്ടേക്ക് പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നത് ഇതൊരു ഓപ്പൺ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അത് ജാസ്മിൻ ആ റിസ്ക് എടുക്കുകയോ ഇല്ലയോ? കാര്യം 2 പേരും ഇരുന്ന് കരയുന്നുണ്ട്. 2 പേർക്ക് ഇഷ്ടമാണ്. സ്നേഹവും പ്രേമവും പ്രണയമൊന്നും അല്ല ഞാൻ പറയണത്. പ്രണയമൊന്നും അല്ല, പ്രണയത്തൊന്നും എത്തിയിട്ടില്ല. പ്രേമം എത്തിയിട്ടില്ല. ഇവർക്ക് ഇഷ്ടമാണ്. ഇവർക്ക് വേറെ ആരും ഇല്ല. ആർക്ക്? ഗബ്രിക്ക് വേറെ ആരും ഇല്ല. ജാസ്മിൻ പിന്നെ ഒരു കുഴപ്പമില്ല. ഗബ്രി ഔട്ടായാലും ജാസ്മിൻ അവിടെ കിടന്ന് ആശാ ചെയ്യുന്നുണ്ട്, ശേഷം കഴിച്ചാ അങ്ങനെ പോവും. ഗബ്രിക്ക് പക്ഷേ ഗബ്രി അവിടെ ഓരോ ടീമിലും കയറാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കണില്ല. ഗബ്രിനെ ആരും ഏറ്റെടുക്കണില്ല, സത്യം. അപ്പൊ ഗബ്രിക്ക് ആകെ കൂടെ ഉള്ള ആശ്രയം ഈ ഒരു കോംബോയാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഗബ്രിക്ക് ഭയങ്കര മെന്റലി വീക്കാണ്. ആ പയ്യൻ ഭയങ്കര മെന്റലി വളരെ വീക്കും. എനിക്കറിയത്തില്ല, ഒറ്റയ്ക്കൊന്നും ആ കുട്ടിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ പോലെ, ജാസ്മിൻ ഇല്ലാണ്ടും ഒട്ടും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ പോലെ എനിക്ക് ഇന്നലെ ഫീൽ ചെയ്തു. ഇന്ന് രാവിലെ തൊട്ട് മാറോ ഇല്ലേന്ന് അറിഞ്ഞൂടാ. ഇനി രാത്രി ഉറക്കത്തിൽ ഗെയിം പ്ലാൻ ചെയ്ത് പുറത്തേക്ക് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ രാത്രി കണ്ട കാഴ്ചകളാണ് നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നത്. ജാൻമണി, ഞാൻ വരട്ടെ ഇങ്ങോട്ടും, ഞാൻ ക്യാപ്റ്റൻസി ആവട്ടെ, ഞാൻ എല്ലാവരെയും ഭരിക്കും, ഞാൻ ഭരിച്ച് നോക്കിക്കും, ഞാൻ ഓരോരുത്തരെയും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ടീം ക്യാപ്റ്റൻസ്, ഞാൻ ക്യാപ്റ്റൻസ് തിരിക്കും. അത് കഴിയുമ്പോൾ ക്യാപ്റ്റൻസ് എന്നോട് പറഞ്ഞ് പഴയണം ഇവിടെ പണി നടന്നിട്ടില്ല എന്ന്. ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ എല്ലാ ഡ്യൂട്ടിയും ഞാൻ അയാൾ തലയിൽ വെച്ച് കൊടുക്കും. പവർ ടീമിനോട് ഞാൻ പിന്നെ പറഞ്ഞോളാം. അതായത് പവർ ടീമിനെ കാട്ടിയും ബിഗ് ബോസിനെ കാട്ടിയും വലുതാക്കാനാണ് ഇവിടെ ജാൻമണി നോക്കുന്നത്. ആദ്യം യമുനെ സപ്പോർട്ട് ചെയ്തു. അതിന് ശ്രീരേഖ വന്നിട്ട്, ജാനു നിനക്ക് ഫുൾ സപ്പോർട്ട്, നീ എല്ലാം തകർത്ത് അടുക്കണം, നോക്കിയോ, ഇവിടെ നീ പവർ ടീം അല്ല, നീയാണ് വലുതെന്ന് കാണിക്കണം. പിന്നല്ലാണ്ട് ഞാൻ കഴിഞ്ഞിട്ടേ പവർ ടീം വരുന്നുള്ളൂ, പവർ ടീമിനോട് ഞാൻ പറഞ്ഞോളാം. അവർ സമ്മതിക്കും, എനിക്കറിയാം. അത് പിന്നെ എനിക്കറിയാം, ജിൻഡോ ഇല്ലേ അവിടെ, ജിൻഡോ ചേട്ടനുണ്ട്. പക്ഷേ ഞാൻ പറയുന്നവരെല്ലാം, അപ്പോൾ ശ്രീരേഖ നീ പറയുന്നത് നിന്റെ തലയിലാണ് വരേണ്ടത്. ആദ്യം നീ കഴിഞ്ഞിട്ടേ പവർ ടീമിലേക്ക് പോകാവൂ. അത് പിന്നെ അങ്ങനെ തന്നെ അല്ലേ എന്ന് പറഞ്ഞ് ഗൂഢാലോചനകളൊക്കെ നടത്തുന്നത് പവർ ടീമിനെ കാട്ടി ബിഗ് ബോസിനെ കാട്ടി വലുതാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ അൻസിബയും ഋഷിയും കൂടെ സംസാരിക്കുന്നുണ്ട്. ഗബ്രിയും ജാസ്മിനും ബ്രേക്കപ്പ് ആവാൻ പോകുന്നു. ആ തുടക്കമാണ് കാണിക്കുന്നത്. ഞാൻ വെച്ച് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് അവർ ഫുൾ നാടകം കളിക്കണത്. പിന്നെ ഞാനും വിചാരിച്ചിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാം ശരിയാവും എന്നുള്ള. അത് കഴിഞ്ഞിട്ട് അൻസിബ പറഞ്ഞത്, നമ്മൾ ഡെൻ ടീമിൽ 4 പേര് മാത്രം, ഞാൻ, ഋഷി, നീയ, അർജുൻ, അതിൽ കൂടെ വേറെ ആരും ഉൾപ്പെടുത്തരുത്. കാരണം നമ്മുടെ ഇടയിൽ വേറെ ആരും വന്നാൽ സിങ്ക് ആവത്തില്ല. നമ്മുടെ നുണക്കഥകൾ, നമ്മുടെ ഗോസിപ്സ്, ഇതൊന്നും വേറെ ആർക്കും മനസ്സിലാവത്തില്ല എന്നാണ് അൻസിബ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ശരിയാണ്, എല്ലാവരും നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് യമുന ചേച്ചി, യമുനേനെ ഈ ഗ്രൂപ്പിലേക്ക് ആക്കാനാണ് നോക്കുന്നത്, ഡെന്നിലേക്ക്. നമുക്ക് വിഷമില്ല, അതുകൊണ്ടാണ്. പിന്നെ അത് ശരിയാണ് ഋഷി, നമുക്ക് വിഷമില്ല. അതുകൂടാതെ നമ്മൾ ഗെയിമിന് വേണ്ടി ചെറ്റക്കളികളൊന്നും കളിക്കുന്നില്ലല്ലോ, വൃത്തിയുടെ കളിയൊന്നും നമ്മൾ കളിക്കില്ല, നമ്മൾ നല്ല രീതിയിലല്ലേ പോകുന്നത്. അപ്പോൾ യമുന വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, നാളെ ഞാൻ ഈ ടീമിലേക്കാണ്, ജാൻമണി നാളെ ഞാൻ യമുനെ ഈ ടീമിലിടും. ഓക്കെ, യമുന ചേച്ചിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ അപ്പുറത്ത് ജാസ്മിനും ഗബ്രിയും പിണങ്ങിയിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഋഷി പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ ഇവർ ഓപ്പൺ റിലേഷൻഷിപ്പിൽ വല്ല ആവുമോ എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. ജാസ്മിൻ കളി തുടങ്ങി, ജിൻഡോ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും മക്കളെ, ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ലവ് ട്രാക്കായിട്ട് പോവും. ലവ് ട്രാക്കിൽ ഒരു സിൻസിയറിറ്റി കാണുകയാണെങ്കിൽ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യും. അതിനകത്തൊരു സത്യം കാണുകയാണെങ്കിൽ. കാര്യം സത്യമൊക്കെ ഗബ്രിയെ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഗബ്രിക്ക് ഒട്ടും വയ്യ, ഞാൻ കളിയായിട്ട് പറഞ്ഞ ഒട്ടും വയ്യ. പിന്നെ ആ ഇമോഷൻസ് ഒക്കെ വളരെ പാവം തോന്നി ഗബ്രി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുമില്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് സംഭവം സത്യമാണ് ഇന്നലെ കാണുന്നത്. ഇനി രാവിലെ തേച്ച് മാച്ച് കളഞ്ഞ് ഇന്ന് തൊട്ട് നമ്മൾ പഴയ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് എണീക്കുമെന്നും ഇറങ്ങുമെന്നും അറിയത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നലെ രാത്രി നടന്നത് ഒരു 2:30-3 മണി വരെ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.